ഇന്ത്യൻ ചരിത്രത്തിലെ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ്, അതായത് ബ്രഹ്മാവ് ഒരു രാജാവെന്ന് ഓർക്കുക. ഓക്കെ. അടുത്തത് തത്വബോധിനി സഭ. തത്വം പറയുന്ന ആരായിരിക്കും? ദൈവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദേവന്മാർ. അപ്പോൾ തത്വബോധിനി ദേവേന്ദ്രനാഥ ടാഗോർ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവറിഞ്ഞ് അല്ലെങ്കിൽ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർമ്മിക്കാം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ദേവസമാജം ദേവശാസ്ത്രി. അത് എളുപ്പമാണ്. ദേവസമാജം ദേവശാസ്ത്ര. അത് കണക്ട് ചെയ്യാൻ, അതിന് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. പൂനെ സാർവജനിക് സഭ മഹാദേവ് ഗോവിന്ദ റാനഡെ. എങ്ങനെ ഓർമ്മിക്കാം? INCയുടെ ഫസ്റ്റ് സമ്മേളനം പൂനെയിലായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത്. അത് പിന്നീട് ബോംബെയിലേക്ക് മാറ്റി. അതെന്തുകൊണ്ടായിരുന്നു? ഒരു മഹാമാരി, പ്ലേഗ് എന്ന മഹാമാരി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ബോംബെയിലോട്ട് മാറ്റിയത്. അപ്പോൾ പൂനെ സാർവജനിക് സഭ മഹാദേവ് ഗോവിന്ദ റാനഡെ. INC അറിയുന്നവർക്ക് ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ എന്തെങ്കിലും കണക്ഷൻ കിട്ടുവാണെങ്കിൽ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യുക. അടുത്തത് സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെ. സത്യം പോലെ പറയുന്നു എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്യാം. അലിഗഡ് സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, സർ സയ്യിദ് അഹമ്മദ് ഖാനാണെന്ന്. അതിന് പ്രത്യേകിച്ച് കണക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി തിയോഫിസിക്കൽ സൊസൈറ്റി ആനി ബസൻ്റ്. ആനി തീയിൽ ചാടി എന്ന് ഓർമ്മിക്കാം. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സൊസൈറ്റിയിൽ ആരായിരുന്നു ആനി പോയെന്ന് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. തിയോഫിസിക്കൽ സൊസൈറ്റി ആനി തീയിൽ ചാടി എന്നാണ് ഞാൻ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ കണക്ഷൻ്റെ ആവശ്യമില്ല. നമുക്കത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു കണക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അടുത്തത് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാർ നല്ല ദയയുള്ളവരായിരുന്നെന്ന് ഓർമ്മിച്ചാൽ മതി. അല്ലെങ്കിൽ ആര്യ സരസ്വതി അങ്ങനെ ഓർമ്മിക്കാം. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന മുൻകാല ചോദ്യമാണ്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അടുത്തത് മദ്രാസ് മഹാജനസഭ. ആരാണ്? M വീരരാഘവ ആചാര്യർ. ആരാണ്? മദ്രാസ് മഹാജനസഭ. ഇപ്പോൾ ഒരു വലിയ മദ്രാസിൽ ഒരു തമിഴ് ടച്ചാണല്ലേ, ആ പേര് തന്നെ നോക്കൂ, വീരരാഘവ ആചാര്യർ. ആചാര്യർ എന്ത് ചെയ്തു? ഒരു മദ്രാസിൽ എന്ത് ചെയ്തു? ഒരു വലിയൊരു മഹാജനസഭ വിളിച്ചു ചേർത്തെന്ന് ഓർമ്മിച്ചാൽ മതി. ഒരു ആചാര്യർക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് എല്ലാവർക്കും അറിയാം, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ മിഷൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനാർത്ഥം അദ്ദേഹം തുടങ്ങിയതാണ് ഇത്, രാമകൃഷ്ണ മിഷൻ. ഇനി ഹിതകാരിണി സമാജം. ഇത് സ്ഥിരം ചോദ്യമാണ്. ആരാണ്? വീരേശലിംഗം പന്തലു. പന്ത് എറിയാനൊരു കാരണം എന്താണ്? ഈ സമാജത്തിലൊരു പന്ത് എറിയാൻ കാരണം ആരാണ്? ഈ വീരേശലിംഗമാണ്. അപ്പോൾ ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. ഇനി ഹിന്ദു മഹാസഭ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മഹാസഭ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മദൻ. അതേപോലെ മാള എന്നൊരു നടനുണ്ട് മലയാളത്തിൽ, അദ്ദേഹം ഒരു ഹിന്ദു ആണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതും നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അതും മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. KM മുൻഷി, അതായത് ഏജ് ആയിട്ടുള്ള ഒരാളാണ് മുൻഷി. നമുക്കെല്ലാം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പ്രോഗ്രാമാണ് മുൻഷി അല്ലേ, നമ്മൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻഷിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ ഭാവെ. ഭൂതത്തിനെയൊക്കെ ഒഴിപ്പിക്കുന്ന ആരാണ്? ഒരു ബാബയായിരുന്നു ഓർമ്മിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആചാര്യനായിരുന്നു എന്ന് ഓർമ്മിച്ചാൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്വദേശി ബാന്ധവ സമിതി അശ്വിനി കുമാർ ദത്ത. സ്വദേശത്തോട്ട് അശ്വിനിയെ ദത്തെടുത്തെന്ന് ഓർമ്മിക്കാം. സ്വദേശത്തോട് അശ്വിനിയെ ദത്തെടുത്തെന്ന് ഓർമ്മിച്ചാലും മതി. ഇനി ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായ്. ആര്യ വേറൊന്ന് പഠിച്ചിട്ടുണ്ട്, സരസ്വതി. ആര്യസമാജം ദയാനന്ദ സരസ്വതി. ഇവിടെ ആര്യ മഹിളാ സഭയാണ്, സ്ത്രീകളുടെ സഭയാണ്. അതുകൊണ്ട് ഇവിടെ ആരാണ് യോജിച്ചത്? രമാഭായിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായ്. ഇതെൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒരു കണക്ഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.